പത്മഭൂഷൺ ബഹുമതിയെ ചുറ്റിയുള്ള വിവാദങ്ങൾ കടുത്ത രാഷ്ട്രീയ സാമൂഹിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ രാജ്യം ആദരിക്കണോ അതോ ചോദ്യം ചെയ്യണമോ എന്ന നിർണായക ചോദ്യമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ഉയരുന്നത്. പത്മ പുരസ്കാരത്തെ പരസ്യമായി അധിക്ഷേപിച്ച വ്യക്തിക്കെതിരെ തന്നെയാണ് ഇന്ന് അതേ പുരസ്കാരം പിൻവലിക്കണമെന്ന ആവശ്യം രാഷ്ട്രപതിയുടെ മേശയിലെത്തിയിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളിലെ ഗുരുതര ആരോപണങ്ങളും രാഷ്ട്രീയ സംശയങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ ബഹുമതി വലിയ വിവാദത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പത്മ പുരസ്കാരങ്ങളെ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചിരുന്ന വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് ഔദ്യോഗിക പരാതി കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മൈക്രോ ഫിനാൻസിലൂടെ തുച്ഛമായ പലിശയിൽ സ്വന്തം സമുദായ അംഗങ്ങൾക്ക് വായ്പയായി നൽകേണ്ട കോടിക്കണക്കിന് രൂപയിൽ കൃത്രിമം കാട്ടിയതായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 127 ക്രിമിനൽ കേസുകളിൽ വെള്ളാപ്പള്ളി പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 21 കേസുകൾ കുറ്റപത്രം നൽകുന്ന ഘട്ടത്തിലായ വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രത്തിന്റെ ഉന്നത ബഹുമതി പുരസ്കാരം നൽകുന്നത് ഇതിനകം പത്മ പുരസ്കാരം നേടിയവരോട് കാട്ടുന്ന അനാദരവാണെന്നും അനീതിയാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിലെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തണലിലാണ് ഇദ്ദേഹത്തിനെതിരായുള്ള ക്രിമിനൽ കേസ് നടപടികൾ നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും പരക്കെ ആരോപണമുണ്ട്. സംസ്ഥാന സർക്കാരിലെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തണലിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരായ ക്രിമിനൽ നടപടികൾ നീണ്ടുപോകുന്നതെന്ന ആരോപണവും ശക്തമാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അർഹരായവർക്ക് ലഭിക്കേണ്ടിയിരുന്ന വായ്പ തുകകൾ നഷ്ടപ്പെടാൻ കാരണമായ ഒരാളെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നാൽ ആദരിക്കുന്നത് നീതിബോധത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് വിമർശനം. 2 വർഷം മുൻപ് ഓണററി ഡോക്ടറേറ്റ് നൽകാനുള്ള നിർദ്ദേശം കാലിക്കറ്റ് സർവകലാശാല തന്നെ തള്ളിയ പശ്ചാത്തലവും പരാതിയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനിടെയാണ് NSS SNDP ഐക്യം തകർന്നതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രംഗത്തെത്തിയത്. വെള്ളാപ്പള്ളി നടേശന് ലഭിച്ച പത്മഭൂഷൺ അവാർഡ് തന്നെയാണ് ഐക്യം പിരിയാൻ കാരണമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. BJP സർക്കാരിൽ നിന്ന് വെള്ളാപ്പള്ളി പത്മ പുരസ്കാരം സ്വീകരിച്ചത് സംശയകരമാണെന്നും NSSുമായുള്ള ഐക്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവാർഡ് വന്നത് ശുദ്ധമല്ലെന്ന് തോന്നിയതായും മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. NDAയിലെ പ്രമുഖരെ ചർച്ചയ്ക്ക് നിയോഗിച്ചതും തരികിടയാണെന്ന് തോന്നിയെന്നും ആദ്യം സ്വാഗതം ചെയ്ത ഐക്യം പിന്നീട് വിശകലനം ചെയ്തപ്പോൾ BJPയുമായി ചേർന്ന് നടത്തുന്ന നീക്കമായി തോന്നിയതായും അദ്ദേഹം പറഞ്ഞു. NSS സമദൂര നിലപാട് തുടരുമെന്നും അതിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകില്ലെന്നും സുകുമാരൻ നായർ ഉറപ്പിച്ചു. പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ചുവെന്നും മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണെന്നുമുള്ള ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പത്മഭൂഷൺ നൽകി ആദരിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നത്. ബഹുമതിയേക്കാൾ വലിയ ചോദ്യങ്ങളാണ് ഈ അവാർഡ് ഇന്ന് ഉയർത്തുന്നത്. അതൊരു വ്യക്തിയുടെ അംഗീകാരം മാത്രമല്ല, രാജ്യത്തിന്റെ മൂല്യങ്ങളോടുള്ള നിലപാടായി മാറിയിരിക്കുകയാണ്.